ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടെന്ന് തോന്നുന്നു ഒരു ക്യാമറ മേടിച്ചെന്നത്. ഈ ക്യാമറയുടെ പേര് ചിൽഡ്രൻസ് ഡിജിറ്റൽ ക്യാമറ എന്നാണ്. ഇപ്പൊ നമുക്ക് തുറന്നു നോക്കിയാലോ ക്യാമറ. കണ്ടോ, ഇതാണ് നമ്മുടെ മിനി ക്യാമറ. ഇനി എന്ത് കളറായിരുന്നു ഓർഡർ ചെയ്തത്? ഞാൻ പിങ്ക് കളറായിരുന്നു ഓർഡർ ചെയ്തത്, പക്ഷേ ബ്ലൂ ആണ് വന്നത്. എന്നാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഓണാക്കാം. ഇവിടെ നോക്കിയിട്ട് കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കണേ. ഇതാണ് അതിന്റെ പവർ ബട്ടൺ അല്ലേ? ആ യെസ്. ഇവിടെ ഇങ്ങനെ ഒരു പിക്ചർ വരും. ഇതാണ് കേട്ടോ നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വരുമ്പോഴേക്കുള്ള അതിൻ്റെ ആ ഒരു ഫസ്റ്റ് വിൻഡോസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ ക്യാമറയുടെ ഓപ്ഷൻ ഉണ്ട്, പിന്നെ വീഡിയോയ്ക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഇത് നമ്മളുടെ ഗാലറിയാണ്, പിന്നെ ഇത് നമ്മൾക്ക് സെറ്റിങ്സ്. ഈ സെറ്റിങ്സിൽ പലതും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെയാണ് നമ്മൾക്ക് എന്തൊക്കെയാണ് ഇനി ഫിൽറ്റേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെയാണ്. ഇവിടെ ഈ സെറ്റിങ്സിൽ ചെന്ന് കഴിഞ്ഞാൽ കുറേ ഫിൽറ്റേഴ്സ് നമുക്ക് ഫോട്ടോസിലും വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഫിൽറ്റേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ വീഡിയോ ഗെയിം ഉണ്ട്, പിന്നെ മ്യൂസിക് ഉണ്ട്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നമ്മൾക്ക് ഈ ക്യാമറയിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇപ്പം നമുക്കൊന്ന് ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ നോക്കാം കേട്ടോ. ഇപ്പോൾ ക്യാമറയിൽ നമ്മളൊരു ഫോട്ടോ എടുക്കാനായിട്ട് പോണേണ്. കണ്ടോ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ കവറിൻ്റെ ഫോട്ടോ തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത്രയും ഏകദേശം ഇത്രയ്ക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട്. നമ്മളിത് വാങ്ങണ സമയത്ത് ഈ ക്യാമറയ്ക്ക് ഇത്ര ക്ലാരിറ്റി ഉണ്ടെന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. കാരണം ഇതിൻ്റെ റേറ്റ് വരുന്നത് 700 രൂപയിൽ താഴെയാണ്. 650 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ആ ഒരു റേറ്റിലൊന്നും അത്ര നല്ല ക്യാമറ കിട്ടില്ല, ചുമ്മാ ഒരു ജസ്റ്റ് ഒരു കളിപ്പാട്ടം പോലെയൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷേ നമ്മളുടെ കയ്യിൽ കിട്ടിയപ്പോഴേക്കും നല്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇതിന് ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പിക്ചർ ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് കാണിക്കാം. പിക്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഗാലറിയിലോട്ട് പോവാണ്. ഗാലറിയിൽ ചെന്നിട്ട് നമ്മളിപ്പോൾ ഈ എടുത്ത പിക്ചർ, അതിൻ്റെ സെലക്ടിങ് ഓപ്ഷൻ വരുന്നത് ഈ മുകളിലത്തെ ഈ ഒരു ബട്ടണിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോട്ടോ ഇപ്പോൾ നമ്മൾ ഇന്നലെ ഏനിയും മെയ്ഡനൊക്കെ എടുത്തതുണ്ട്. നമുക്ക് ആ ഫോട്ടോസൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇവരെടുത്ത ഫസ്റ്റ് ഫോട്ടോ. ഒന്ന് കാണിച്ചു ഇനി. ഫസ്റ്റ് എടുത്ത ഫോട്ടോ. ഇത്രയും ക്ലാരിറ്റി നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഫോട്ടോയ്ക്ക്. നേരെ പിടിക്കേ. അപ്പോൾ ഈ ഒരു ക്ലാരിറ്റിയിൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ വരുന്ന ക്യാമറയിൽ ഇത്ര ക്ലാരിറ്റി കിട്ടും എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെ വാദിക്കണമായിരുന്നു ഇത് ഒരിക്കലും ഇത്രയും ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നമ്മുടെ കയ്യിൽ സാധനം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ഫോട്ടോസ് കാണിക്കേ. ഞാൻ ക്യാമറയുടെ തന്നെ ഫോട്ടോ എടുത്ത് വെറുതെ ഒന്ന് നോക്കിയതാണ്, ചെക്ക് ചെയ്തതാണ്. അപ്പം നമ്മൾക്ക് ആകെപ്പാടെ ചെറിയൊരു വിഷമം വന്നത് പിങ്ക് ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷെ നമുക്ക് കിട്ടിയത് ബ്ലൂ ആണ്. എന്നാലും കുഴപ്പമില്ല, ക്യാമറ സെറ്റപ്പാണ്. പിന്നെ ഇതിൽ ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോ. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് എടുത്ത ഫോട്ടോയാണ് കേട്ടോ ഇത്. നമ്മൾക്ക് ഇതിൽ സെൽഫി ഓപ്ഷൻ ഇല്ല, അതൊരു കുറവ് തന്നെയാണ് കേട്ടോ. ശരിക്കും നമ്മൾക്ക് ഫ്രണ്ട് ക്യാമറ ഇതിനില്ല എന്നുള്ളത് ചെറിയൊരു ഇതിൻ്റെ ഒരു പോരായ്മയാണ്. അതും കൂടി ഇനി അടുത്തത് ഇവർ പുതിയത് മാനുഫാക്ചർ ചെയ്യുമ്പോഴേക്കും അതുകൂടി ഉൾപ്പെടുത്തണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. ഇനി ഇതിന് നമുക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ മെമ്മറി കാർഡും കൂടി ഇടണം കേട്ടോ. അപ്പം നമ്മൾക്ക് ഇതിൽ മെമ്മറി കാർഡ് അവൈലബിൾ അല്ല കേട്ടോ. ഇത് വരുമ്പോഴേക്കും ക്യാമറ മാത്രമാണ്. ക്യാമറയുണ്ട്, പിന്നെ ഇതിനൊരു ചാർജർ കൂടി, ചാർജറിൻ്റെ ഈ ഒരു കേബിള് കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. വേറെ വള്ളിയും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. വള്ളിയും കൂടി കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ഈ വള്ളി നമുക്ക് ഇതിൽ കൂടി ഇത് എങ്ങനെയാണ് ഇനി അതൊന്ന് കാണിച്ചു. ഏതായാലും വള്ളിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് വള്ളി എന്തിനു വേണ്ടിയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ അത് കയ്യിൽ നിന്ന് താഴെ വീണ് പോവാതിരിക്കാനൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ വള്ളി നമ്മൾക്ക് അവർ അതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും അത് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾക്ക് ഈ ഒരു ചാർജിങ് കേബിളാണ് ഇതിൻ്റെ കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ അടുത്ത് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ചാർജർ നമുക്ക് ഈ ഒരു ഇത് നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ചാർജറിൻ്റെ ആ ഒരു സ്ലോട്ടിലേക്ക് നമുക്കിത് കയറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഈ അറ്റം ഇതിൻ്റെ എവിടെയാണ് ചാർജ് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. അത് കാണിച്ചു തരാം കേട്ടോ, ചാർജ് ചെയ്ത് കാണിച്ചു തരാം. ഷോർട്ട് ആയതിൻ്റെ ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ എന്നാലും കൊള്ളാം, നല്ലതാണ്. നമ്മൾക്ക് നല്ലൊരു
ഈ ഒരു റേറ്റിൽ, അതായത് 650 റുപ്പീസിൽ ഇത്രയും നല്ലൊരു ക്യാമറ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി, നല്ലൊരു പ്രൊഡക്റ്റാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. പിന്നെ ഇതിൽ പാട്ടൊക്കെ മ്യൂസിക്കൊക്കെ കേൾക്കാൻ പറ്റാനുണ്ട്. പക്ഷെ അതിൽ നോക്കിയിട്ട് മ്യൂസിക്കൊക്കെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് അതിലെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറേ ഗെയിംസും ഉണ്ട് കേട്ടോ. സ്നേക്കിൻ്റെ ഗെയിംസ് ഉണ്ട്. നോക്കിയ ഫോൺസിലൊക്കെ ഉള്ള ഗെയിംസ് ഒക്കെയാണത്. അത് പറയാം. അപ്പം നമുക്ക് ഈ ക്യാമറ കിട്ടിയപ്പോൾ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല. അപ്പം മെമ്മറി കാർഡും കൂടി നമ്മൾ സെപ്പറേറ്റ് മേടിക്കണമായിരുന്നു. അപ്പോൾ അത് മേടിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ 850 റുപ്പീസിൻ്റെ ഒക്കെ അടുത്ത് വന്നായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എനിക്കിഷ്ടം. മെമ്മറി കാർഡിൻ്റെ മാത്രം പൈസ അല്ല കേട്ടോ, 650 റുപ്പീസ് ക്യാമറക്കും പിന്നെ ഒരു 200 ആൻഡ് സംതിങ് നമ്മളുടെ മെമ്മറി കാർഡിനും കൂടി ചിലവായിട്ടുണ്ട്. അപ്പം അങ്ങനെ മൊത്തം ഈ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു 850 റുപ്പീസോളം ചിലവായിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇതിലെ വീഡിയോ ഓപ്ഷൻ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇനി വീഡിയോ ഇപ്പം എടുത്താലും വീഡിയോ അപ്പം വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തേ. അപ്പം നമ്മൾ റെക്കോർഡിംഗ് ആണ്, നമുക്ക് എന്നെ തന്നെ നമ്മൾക്ക് ഇതിൽ സൗണ്ടും കൂടി കിട്ടുമെന്നും കൂടി ഒന്ന് നോക്കാം. ഇനി എന്തെങ്കിലും ഒന്ന് സംസാരിച്ചോ. ഇനി നോക്കിയായിരുന്നോ സൗണ്ട്? അപ്പോൾ ഇത് കണ്ടോ, നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലാരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്കിപ്പം ഞാനൊരു ക്യാമറയിൽ കൂടി ഇതെടുത്തിട്ടും ഇത്രയും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾക്കതിൻ്റെ ക്ലാരിറ്റി എന്തോരം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഇത് കട്ട് ചെയ്തോ കേട്ടോ. അപ്പോൾ ഇനി നമുക്കതൊന്ന് ചെക്ക് ചെയ്യുക, എങ്ങനെയുണ്ട് ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക. ഒന്ന് നോക്കുക. ഇനി ഇത് നമ്മളെടുത്ത വീഡിയോ അതിലുണ്ടാവും. നമ്മളെ വീഡിയോ എടുത്തു. ഇതാണ് ഇപ്പം നമ്മളെടുത്ത വീഡിയോ. സൗണ്ട് കിട്ടില്ല. സൗണ്ട് കിട്ടില്ല. പതറിയേ കിട്ടുള്ളൂ. കേൾക്കണില്ലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പം നമ്മളെടുത്ത വീഡിയോ. പക്ഷേ ഇതിൽ വീഡിയോ എടുക്കുമ്പോഴേക്കും അതിൽ സൗണ്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യുന്നത് അത്ര ക്ലിയർ അല്ല കേട്ടോ. ഇങ്ങനെ ഭയങ്കര വിട്ട് ഒരു പതറിയ സൗണ്ടാണ് നമുക്ക് കേൾക്കുന്നത്. അത് ഇതിൻ്റെ ഒരു ഫോൾട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം കൂടെ ക്ലാരിറ്റി ഒക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ സൗണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, അതായത് വീഡിയോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ സൗണ്ട് റെക്കോർഡിങ്ങിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾക്ക് പതറിയിട്ടാണ് അത് കേൾക്കുന്നത്. ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതിൽ നമുക്ക് ഡേറ്റ് പിന്നെ ടൈമൊക്കെ മാറ്റാം കേട്ടോ. കണ്ടോ, ഫോട്ടോ സൈസ് ഒക്കെ മാറ്റാം. ഫോട്ടോൻ്റെ നമ്മൾക്ക് അതിൻ്റെ സൈസ് എന്തോരം വേണം, റെസൊല്യൂഷൻ എന്തോരം വേണം, ഇതെല്ലാം നമുക്കതിൽ സെറ്റിങ്സിൽ ചെന്ന് മാറ്റാൻ പറ്റും. ഇപ്പം നമ്മളുടെ ഫോട്ടോ സൈസ് കിടക്കുന്നത് 20 MB കിടക്കുന്നത്. പിന്നെ ഡിലേ ക്യാപ്ചർ ഓഫാണ്, അതായത് നമ്മൾക്ക് ടൈമർ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പം നമ്മളിപ്പോൾ ടൈമറൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വീഡിയോ ഫോർമാറ്റ് 720p പിക്സലിലാണ് കിടക്കുന്നത്. പിന്നെ ടൈം സ്റ്റാമ്പ് ഓപ്പൺ ആണ്. പിന്നെ ലാംഗ്വേജ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇംഗ്ലീഷാണ് കേട്ടോ. ഇനിയുണ്ടോ? ബാക്ക് ലൈറ്റ് 20 സെക്കൻഡ്സ്, അതായത് 20 സെക്കൻഡ്സ് കഴിയുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. നമ്മൾ സ്ക്രീൻ ലോക്കൊക്കെ ഓഫ് ആവുന്നത് പോലെ, അല്ല സോറി, ഫോൺ സ്ക്രീൻ ഓഫ് ആവുന്നത് പോലെ. പിന്നെ ഓട്ടോ പവർ ഉണ്ട്, നമ്മൾക്കത് തന്നെ ഓഫ് ആവണമെങ്കിൽ ഓഫ് ആവും, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5 മിനിറ്റ്സ് ആഫ്റ്റർ 5 മിനിറ്റ്സ് നമ്മളുടെ ഈ സ്ക്രീന് ഓഫ് ആവുന്ന രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. പിന്നെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ മാക്സിമം വോളിയമാണ് ഈ 13. അപ്പോൾ ഈ 13 വരെയാണ്, 15 വരെ ഉണ്ട്. നമ്മൾക്ക് 13ലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. പക്ഷേ വോളിയം വെച്ചിട്ടും കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പതറിയ സൗണ്ടാണ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഡേറ്റ് ഒക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ സെറ്റ് ചെയ്യാം നമുക്ക്. ഇങ്ങനെ നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക, സമയവും സെറ്റ് ചെയ്യാം അല്ലേ. ഡേറ്റും ടൈമും സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾക്ക് 6:04 സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ കൊടുക്കാം.
അപ്പോൾ ഈ അഡാപ്റ്ററാണ് കേട്ടോ നമ്മൾ ചാർജിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും സാധാരണ നമ്മളുടെ ഫോണുകൾക്ക് ഉപയോഗിക്കുന്ന ഈ ഒരു അഡാപ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മളുടെ ആ വലിയ സ്ലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളുടെ ക്യാമറയുടെ ആ ഒരു ചാർജിങ് കേബിൾ. ഇതാണ് അത് നമ്മൾ ഇതിൻ്റെ ഈ ഒരു വലിയ ഭാഗം ഈ സ്ലോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ അറ്റമാണ് നമ്മൾ ക്യാമറയുടെ ഇവിടെ ഉണ്ട് ആ സ്ലോട്ട് വരുന്നത്. അപ്പോൾ നമ്മളത് അവിടെ വയ്ക്കുക. നമ്മൾ അതിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ ചാർജ് കയറൂലല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ ഇതുകൊണ്ട് പവറുള്ള ഒരു പ്ലഗ് പോയിന്റിൽ നമ്മൾ കുത്തണം. അപ്പോൾ നമ്മളതിവിടെ ഈ ഒരു ചാർജ് ഈ ഒരു പ്ലഗ് പോയിന്റിൽ കുത്തിയിട്ടുണ്ട്. ഇനി അതൊന്ന് ഓണാക്കി ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇനി നമ്മൾ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിപ്പോൾ ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്യാമറ. ഇനി ഇതിവിടെ ഇരുന്ന് കുറച്ച് നേരം ചാർജ് ചെയ്യട്ടെ. അപ്പോൾ എന്നെപ്പോലെ നിങ്ങൾക്ക് ഈ ക്യാമറ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. മേടിക്കണമെന്നുള്ളവർ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും